ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നാളെയാണ് നമ്മളുടെ ഓണം എക്സാമിന് ഏകദേശം 40 മാർക്കിനോളം ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ക്ലാസ്സിന്റെ അവസാനം നിങ്ങളുടെ ഫീഡ്ബാക്സ് കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അടിപൊളിയായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം. സോ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പഠിക്കാം. ആദ്യത്തെ ചോദ്യം പറയുന്നു, വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meters. അതായത് ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ സൈഡ് 2 meter വെച്ച് കുറയ്ക്കണം എല്ലാ സൈഡും. അതായത് സ്ക്വയറിന്റെ സൈഡ് ഇപ്പോൾ 8 ആണെങ്കിൽ എല്ലാ സൈഡും 8 meter ആണെങ്കിൽ എല്ലാ സൈഡും 2 meter വെച്ച് കുറച്ചാൽ 8 എന്നുള്ളത് എന്താകും? 6 ആകും. ശരിയല്ലേ? സൈഡ് 8 ഉള്ളത് 2 meter കുറച്ചാൽ 6 meter ആകും. അതുപോലെ സൈഡ് എക്സ് ഉള്ളത് എന്താകും? എക്സ് എന്ന് പറയുന്ന സൈഡ് x-2 ആകും. എക്സ് എന്ന് പറയുന്നത് x-2 ആകും. ശരിയല്ലേ? എക്സ് ആണ് സ്ക്വയറിന്റെ സൈഡ് എങ്കിൽ എല്ലാ സൈഡും 2 meter കുറയ്ക്കുമ്പോ x-2 ആകും. അപ്പൊ ഏരിയ എത്രയാ? x-2 ആണ് സൈഡ് എങ്കിൽ ഏരിയ എന്ന് പറയുന്നത് x-2 ഹോൾ സ്ക്വയർ ആണ്. x-2 ഹോൾ സ്ക്വയർ അത് എത്രയാ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 49 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 49 ആണ്. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 49? നമുക്കറിയാം 7ന്റെ സ്ക്വയർ ആണ്. 7ന്റെ സ്ക്വയർ ആണ് 49. സോ x-2 എന്ന് പറയുന്നത് എത്രയാ? 7 √49, അതായത് 7. x-2 7 ആണെങ്കിൽ x എത്രയാ? x എന്ന് പറയുന്നത് -2 ഇങ്ങോട്ട് വരുമ്പോ +2, 7 + 2 9 മീറ്റർ. ആൻസർ ചോദ്യത്തില് മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ശരിയല്ലേ? ചോദ്യത്തിലേക്ക് വരുമ്പോ നമുക്ക് കാണാം മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ വെയിറ്റ്. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? x-2 ഹോൾ സ്ക്വയർ 49 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x-2 എന്ന് പറയുന്നത് 7 ആണ്. അതുകൊണ്ട് തന്നെ x എന്ന് പറയുന്നത് 9 ആണ്. ക്ലിയർ? ഒരു ഡൗട്ടും ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8. 8ന്റെ തുടർച്ചയായ 2 ഗുണിതങ്ങൾ. ഒന്ന് x ആണെങ്കിൽ രണ്ടാമത്തേത് ഏതാ? x + 8. x ആണ് ഒരു ഗുണിതമെങ്കിൽ അടുത്തത് x + 8. 5ന്റെ ഗുണിതങ്ങളാണെങ്കിൽ ഒന്ന് x ആണെങ്കിൽ അടുത്തത് x + 5. 4ന്റെ ഗുണിതങ്ങളാണെങ്കിൽ ഒന്ന് x ആണെങ്കിൽ അടുത്തത് x + 4. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഒന്ന് x ആണെങ്കിൽ അടുത്തത് x + 2. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഒന്ന് x ആണെങ്കിൽ അടുത്തത് x + 2. ഓക്കെ ആണേ. 10ന്റെ ഗുണിതങ്ങളാണെങ്കിലോ ഒന്ന് x ആണെങ്കിൽ അടുത്തത് x + 10. സോ x × x + 8 is equal to 384. സിമ്പിൾ. എക്സിനെ x കൊണ്ട് ഗുണിച്ചാൽ x², എക്സിനെ 8 കൊണ്ട് ഗുണിച്ചാൽ 8x, x² + 8x is equal to 384. നമുക്ക് കിട്ടി. x² + 8x is equal to 384 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് നമ്പർ ആസ് x. അതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ, എ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി രണ്ടാമത് ആ നമ്പർ കണ്ടുപിടിക്കണം. സംഖ്യകൾ ഏതൊക്കെയാണ്? ഇത് സോൾവ് ചെയ്യാൻ നോക്കിക്കോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം. ശ്രദ്ധിക്കാനേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. x² + 8x എന്ന് പറയുന്നത് 384 ആണ്. എക്സിന്റെ മുന്നിലുള്ള നമ്പർ ഏതാ? 8. ശരിയല്ലേ? 8ന്റെ പകുതി 4 ആണ്. ശരിയല്ലേ? ആ 4ന്റെ സ്ക്വയർ ആണ് നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടത്. 4ന്റെ സ്ക്വയർ. ശരിയല്ലടാ? 384നോട് 4ന്റെ സ്ക്വയർ ആഡ് ചെയ്യാം. അതായത് 384നോട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 16 ആണ്. ആഡ് ചെയ്താൽ 400. 400. ഇതെന്താ സാധനം? x² + 8x + 4² എന്ന് പറഞ്ഞാൽ that is x, 8ന്റെ പകുതി 4, x + 4 ഹോൾ സ്ക്വയർ. x + 4 ഹോൾ സ്ക്വയർ ആണെന്ത്? 400. x + 4 ഹോൾ സ്ക്വയർ 400 ആണെങ്കിൽ x + 4 എത്രയാ? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 400? 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ. 20ന്റെ സ്ക്വയർ ആണ് 400. 20ന്റെ സ്ക്വയർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? x എന്ന് പറയുന്നത് ഈ +4 ഇങ്ങോട്ട് വരുമ്പോൾ -4, 20ൽ നിന്ന് 4 പോയാൽ 16 എന്ന് നമുക്ക് ആൻസർ കിട്ടും.
16. എക്സ് 16 ആണ്. അപ്പൊ ഒരു നമ്പർ കിട്ടി. അടുത്ത നമ്പർ ഏതാ? എക്സ് പ്ലസ് 8. അതായത് 16നോട് 8 കൂട്ടണം. കൂട്ടിയാൽ ആൻസർ 24. സോ ആൻസർ 16ഉം 24ഉം ആണ്. 16ഉം 24ഉം ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളത്തിന്റെ തുക 14 സെന്റിമീറ്റർ ആണ്. 14 സെന്റിമീറ്റർ. മക്കളെ നോക്കണേ, ഒരു മട്ട ത്രികോണം, അതിന്റെ ലംബവശങ്ങൾ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എത്രയാ? ഇവിടെ നോക്കണേ, ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് ABC. നിങ്ങളോട് പറയാണ് AB പ്ലസ് AC എന്ന് പറയുന്നത് 14 ആണ്. ലംബവശങ്ങൾ കൂട്ടിയാൽ 14 ആണ്. അതിൽ തന്നെ AB നമ്മൾ എക്സ് എന്ന് എടുത്തു. എക്സ് പ്ലസ് AC ഈസ് ഈക്വൽ ടു 14. അങ്ങനെയാണെങ്കിൽ AC എത്രയാ? AC എന്ന് പറയുന്നത് എക്സ് അങ്ങോട്ട് പോകുമ്പോ 14 മൈനസ് എക്സ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? രണ്ട് സംഖ്യകളുടെ തുക 14 ആണെങ്കിൽ ഒരു സംഖ്യ എക്സ് ആണ്, മറ്റേത് 14 മൈനസ് എക്സ്. 14 മൈനസ് എക്സ്. ഇനി നിങ്ങൾക്ക് എന്താ തന്നിട്ടുള്ളത്? അതിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. പരപ്പളവ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക്, പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ശരിയല്ലേ? ഹാഫ് BH. അഥവാ ഇവിടെ ബേസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എന്താ? നോക്ക് ഇവിടെ 14 മൈനസ് എക്സ്. അതല്ലേ ലംബം? ഹൈറ്റ് 14 മൈനസ് എക്സ്. സോ ഏരിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 24 ആണ്. ഏരിയ 24. സോ എല്ലാവരും ശ്രദ്ധിച്ചേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 24. സോ ഈ ഹാഫ് ഒക്കെ വെച്ചിട്ട് ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടല്ലേ മക്കളെ? നമുക്ക് അതുകൊണ്ട് ഒരു സിമ്പിൾ പരിപാടി കാണിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേ. ഞാൻ എന്താ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. നമ്മുടെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു 14 മൈനസ് എക്സ് എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ എക്സ് ഇല്ലേ, സോറി, ഈ 1/2, ഈ 1/2നെ ഒഴിവാക്കാൻ രണ്ട് സൈഡിലും ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു. രണ്ട് സൈഡിലും ഞാൻ എന്താക്കുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് വരും? 2 1/2 പോയി. എക്സ് ഇൻറ്റു 14 മൈനസ് എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 24 48. 48 സെറ്റാണോ? സെറ്റാണോ? സംശയമില്ലല്ലോ, സംശയമില്ലല്ലോ. അതായത് എക്സ് ഇൻറ്റു 14 14x, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 48. സെറ്റാണോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത സ്റ്റെപ്പ് ഇതിനെ നേരെ തിരിച്ചെഴുതുക. ഇതിനെ നേരെ തിരിച്ചെഴുതുക. എക്സ് സ്ക്വയർ മൈനസ് 14x ഇസ് ഈക്വൽ ടു, അപ്പൊ ഇതിന്റെ ചിഹ്നം ഒന്ന് മാറ്റാം, മൈനസ് 48. മൈനസ് 48. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഈ മൈനസ് 48നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താകും? എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 48 ഇസ് ഈക്വൽ ടു 0. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇനി എല്ലാരും ശ്രദ്ധിച്ചോ? അല്ലേ വേണ്ട? ഈ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ വരണ്ട, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 14x അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 14xനെ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കാൻ, പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ഏത് നമ്പർ ആഡ് ചെയ്യേണ്ടത്? 14ന്റെ പകുതി നമുക്കറിയാം 7 ആണ്. 7ന്റെ സ്ക്വയർ. അപ്പൊ 48നോടും എന്ത് കൂട്ടുക? മൈനസ് 48നോടും 7ന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. രണ്ട് സൈഡിലും 7ന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ. ശരിയല്ലേ? എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 48 പ്ലസ് 7ന്റെ സ്ക്വയർ 49, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. മൈനസ് 48 പ്ലസ് 49 എന്ന് പറഞ്ഞാൽ 49 മൈനസ് 48 ആണ്. അതിന്റെ ആൻസർ 1 എന്ന് വരും. സോ എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എക്സ് മൈനസ് 7 ഏത് നമ്പറാ? ഏതിന്റെ സ്ക്വയർ ആടാ? 1. 1ന്റെ. എക്സ് മൈനസ് 7 1 ആണെങ്കിൽ എക്സ് എത്രയാ? 7 ഇൻറ്റു, സോറി, 1ന്റെ അടുത്തേക്ക് മൈനസ് 7 വരുമ്പോ പ്ലസ് 7. 1 പ്ലസ് 7 എന്ന് പറയുമ്പോ 8. ശരിയല്ലേ? 8 സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് കിട്ടി എക്സ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ AB. ഇനി AC എന്ന് പറയുന്നത് 14 മൈനസ് എക്സ്, 14 മൈനസ് 8 6 സെന്റിമീറ്റർ. 8ഉം 6ഉമാണ്. ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, കർണത്തിന്റെ നീളം എത്രയാണ്?
കർണം എന്ന് പറയുന്നത് ബി സി അല്ലേ? ബി സി ഇസ് ഈക്വൽ ടു ബി സി ആണ് ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ബി സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ശരിയല്ലടാ? ശരിയല്ലേ? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 64 പ്ലസ് 36, അതായത് റൂട്ട് 100 വിച്ച് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. വളരെ സിമ്പിൾ ആണ്. 8ഉം 6ഉം ആണെങ്കിൽ ഇത് 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ. ഇത് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ചുറ്റളവ് എത്രയാ? ചുറ്റളവ് ചോദിച്ചാൽ 3ഉം കൂടെ കൂട്ടിയാൽ മതി. 10 പ്ലസ് 8 പ്ലസ് 6, അതായത് 24 സെന്റിമീറ്റർ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. സെറ്റാണോ? സെറ്റാണോ? നമ്മുടെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് കാണാം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, ട്രപ്പീസിയോ ആണ്. ശരിയല്ലേ? ഇതിന്റെ 4 മൂലകളും വൃത്തത്തിലാണ്. 4 vertices are on the circle. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ്. ഇതിലെ ഒരു ആംഗിൾ എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ട്രപ്പീസി ആയതുകൊണ്ട് തന്നെ എ ബിയും സി ഡിയും എന്താണ്? പാരലൽ ആണ്. എ ബിയും സി ഡിയും പാരലൽ ആയതുകൊണ്ട് ആംഗിൾ ഡി എന്ന് പറയുന്നത്, മക്കളെ പഠിച്ചു വെച്ചോ, ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കണം. കാരണം എന്താ? അത് രണ്ടും കൂട്ടിയാൽ എപ്പോഴും 180 ആയിരിക്കും. പാരലൽ ആണെങ്കിൽ ഈ 2 ആംഗിൾസിനെ നമ്മൾ വിളിക്കുക കോ ഇന്റീരിയർ ആംഗിൾസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. അതുപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ എയും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. സോ ആംഗിൾ ബി എത്രയാ? എക്സ് തന്നെയാണ്. ട്രപ്പീസിയം സൈക്ലിക് ആണെങ്കിൽ മക്കളെ ആംഗിൾ ഡി 180 മൈനസ് എക്സ്. എ ഡിയും ബി സിയും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, എ ഡിയും ബി സിയും ഈക്വൽ ആണോ? ആണ്. യെസ്. ട്രപ്പീസിയം ഈസ് സൈക്ലിക് ഓൺലി ഇഫ് ഇറ്റ്സ് ഐസോസിലസ്. ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ മാത്രമേ അത് എന്താകുള്ളൂ? അത് സൈക്ലിക് ആവുള്ളൂ. ഐസോസിലസ് ട്രപ്പീസിയം മാത്രമേ സൈക്ലിക് ആവുള്ളൂ. ട്രപ്പീസിയം സൈക്ലിക് ആണെങ്കിൽ അത് എന്തായിരിക്കണം? ഐസോസിലസ് ആയിരിക്കണം. സമപാർശ്വ ലംബകം മാത്രമാണ് സമപാർശ്വ ലംബകം. ലംബകം ചക്രീയമാണെങ്കിൽ അത് സമപാർശ്വ ലംബകമാണ്. ലംബകം ചക്രീയ ചതുർഭുജമാണെങ്കിൽ അതൊരു സമപാർശ്വ ലംബമാണ്. സമപാർശ്വമല്ലാത്ത ലംബകങ്ങൾ ചക്രീയമല്ല എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് എഴുതി വെക്കാം. നോൺ ഐസോസിലസ് ട്രപ്പീസിയംസ് ആർ നോട്ട് സൈക്ലിക്. അങ്ങനെ എഴുതി വെച്ചോ. നോൺ ഐസോസിലസ് ട്രപ്പീസിയംസ് ആർ നോട്ട് സൈക്ലിക്. നോൺ ഐസോസിലസ് ട്രപ്പീസിയംസ് ആർ നോട്ട് സൈക്ലിക്. ഓക്കെ ആണോ? ഐസോസിലസ് ട്രപ്പീസി ആണെങ്കിൽ പാരലൽ സൈഡ്സിന്റെ മുകളിലുള്ള ആംഗിൾസ് സെയിം ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് തന്നെയാണ്. സെറ്റാണോ? അപ്പൊ സാറേ എ എങ്ങനെയാ എക്സ് കിട്ടിയത്? അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കിണ്ണം ക്വസ്റ്റ്യൻ. ഈ കോഡുകൾ കണ്ടോ? എ ബിയും സി ഡിയും അത് പരസ്പരം ലംബമാണ്. അതായത് ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് ആണ്. ആംഗിൾ സി എക്സ് ആണെങ്കിൽ മക്കളെ നിങ്ങൾ പറ എത്രയാ ആംഗിൾ എ? ഒരാംഗിൾ 90, ഒരാംഗിൾ എക്സും ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആംഗിൾ എ എന്ന് പറയും 90 മൈനസ് എക്സ് ആണ്. ശരിയല്ലേ? ആംഗിൾ എ എത്രയാ? 90 മൈനസ് എക്സ് ആണ്. നിങ്ങൾ എനെ നോക്ക്, സി എന്നും ബി എന്നുമാണ് തുടങ്ങുന്നത്. അതേപോലെ സി എന്നും ബി എന്നും തുടങ്ങുന്ന ഒരു ആംഗിൾ അല്ലേ ഈ ഡി. അപ്പൊ ആംഗിൾ എ എത്രയാണോ അത് തന്നെയാണ് ആംഗിൾ ഡി. ശരിയല്ലേ? ആംഗിൾ എയും ആംഗിൾ ഡിയും ആംഗിൾസ് ഓൺ ദ സെയിം ആർക്കാണ്. ആംഗിൾസ് ഓൺ ദ സെയിം ആർക്ക്. അതുകൊണ്ട് തന്നെ അതും 90 മൈനസ് എക്സ്. സംശയമുണ്ടോ? നോക്ക, കണ്ടോ? സിയിൽ നിന്ന് തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന 2 ആംഗിൾ ആണ് എയും ഡിയും. അതുകൊണ്ട് അവർ രണ്ടും
ഈക്വൽ ആണ്. ആംഗിൾ ബി എത്രയാണ്? ആംഗിൾ ബി നിങ്ങൾ നോക്ക്, എന്ന് തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ സി. ആംഗിൾ സി എക്സ് ആണെങ്കിൽ ആംഗിൾ ബിയും എത്ര തന്നെയാണ്? എക്സ്. ആംഗിൾ ബിയും എക്സ് തന്നെയാണ്. നോ ഡൗട്ട്, ആംഗിൾ ബിയും എക്സ് തന്നെയാണ്. ഓക്കെ അല്ലേ? അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഞാൻ ഈ ചിത്രം ഒന്ന് ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുന്നു. ഓക്കെ, ഈ ചിത്രം ഒന്ന് ഞാൻ ഇങ്ങോട്ടെടുത്ത് വരയ്ക്കുന്നു. വേറെ ഇത് ലൈനാണല്ലേ, ഇങ്ങനെ ഒരു ലൈൻ. ഓക്കെ അല്ലേ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതാ പഠിക്കാൻ പോവാണ്. ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ എക്സ് ആണ്. അപ്പൊ ഈ ആംഗിൾ 90 മൈനസ് എക്സ്. അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് ആർക്സ് എ പി ഡി ആൻഡ് ബി ക്യു സി. നോക്കണേ, ഈ രണ്ട് ആർക്കുകൾ കാണുന്നുണ്ടോ? ഈ രണ്ട് ആർക്കിന്റെയും സെൻട്രൽ ആംഗിളുകൾ കൂട്ടിയാൽ എത്രയാണ് എന്നതാണ് ചോദ്യം. അത് കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുക 180 എന്നായിരിക്കും. നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചുതരാം. സിമ്പിൾ ആയിട്ട് ഇവിടെ സെന്റർ എടുക്കുന്നു, ഈ സെന്ററുമായി ഞാൻ ഇതിനെ യോജിപ്പിക്കുന്നു. ഓക്കെ, ഈ ആംഗിൾ എത്രയാ? അപ്പോ ഈ ആംഗിൾ എത്രയാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നോക്ക്, ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയാ? ഇത് 2x. ശരിയല്ലേ? ഇവിടെയുള്ള ആംഗിൾ നോക്കടാ, ഇവിടെയുള്ള ആംഗിൾ എക്സ് ആണെങ്കിൽ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ്, സോറി, ഇവിടെ എക്സ് ആണെങ്കിൽ 2x ആണ്. ശരിയല്ലേ? നോക്കണേ, എ ബി സി ഡി, സോറി, എ ബി സി ഡി. അതുപോലെ ഇവിടെ പി, ഇവിടെ ക്യൂ. സെറ്റാണ്, സംശയമൊന്നുമില്ല. ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x. അതുപോലെ ആംഗിൾ എ എന്ന് പറയുന്നത് മക്കൾ നോക്ക്, ആംഗിൾ എ 90 മൈനസ് എക്സ് ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ആംഗിൾ എ ബിയിൽ നിന്നും സിയിൽ നിന്നും തുടങ്ങുന്ന ആംഗിൾ അല്ലേ? യെസ്. സോ അതിന്റെ ഡബിൾ ആയിരിക്കും 2 ഇൻറ്റു ഈ ആംഗിൾ എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ എ 90 മൈനസ് എക്സ്. 2 ഇൻറ്റു 90 180, 2 ഇൻറ്റു എക്സ് 2x. സോ ഈ ആംഗിൾ എത്രയാ? 180 മൈനസ് 2x. 180 മൈനസ് 2x. സോ ഇതിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാ? ഈ ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 2x പ്ലസ് 180 മൈനസ് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 180. 2x ഉം മൈനസ് 2x ഉം ക്യാൻസൽ ആകും. സോ സെൻട്രൽ ആംഗിളിന്റെ സമ്മ് 180 ആയിരിക്കും. 180 ഡിഗ്രി, 180 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? 180 ഡിഗ്രി ആയിരിക്കും. ഇനി ബാക്കി നോക്കാം. ശ്രദ്ധിച്ചേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ശ്രദ്ധിച്ചോ, ഈ എ പി ഡിന്റെ ലെങ്ത് നിങ്ങളോട് പറയാണ് 3 സെന്റിമീറ്റർ. അതുപോലെ ബി ക്യൂസിന്റെ ലെങ്ത് 7 സെന്റിമീറ്റർ. ഈ രണ്ട് ആർക്കിന്റെയും സെൻട്രൽ ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈ രണ്ട് ആർക്കും ചേർന്ന് കഴിഞ്ഞാൽ, മക്കളെ നോക്കണേ, ഈ രണ്ട് ആർക്കും ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ അതൊരു സെമി സർക്കിൾ അല്ലേ? സെമി സർക്കിൾ അല്ലേ? അർദ്ധവൃത്തമായില്ലേ? 180 ഡിഗ്രി ആണെങ്കിൽ ആണ്. അർദ്ധവൃത്തത്തിന്റെ നീളം അഥവാ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 7 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും കൂടിയാൽ 10 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ 2 ഇൻറ്റു 10. അർദ്ധവൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ വൃത്തത്തിൻ്റെത് 2 ഇൻറ്റു 10 20 സെന്റിമീറ്റർ. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി, 20 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു, ചിത്രത്തിൽ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. എ ബി ഡയമീറ്റർ. പി സിയും സി ഡിയും 6 സെന്റിമീറ്റർ വീതമാണ്. 6 സെന്റിമീറ്റർ വീതമാണ്. ഓക്കെ, പി സിയും സി ഡിയും 6 സെന്റിമീറ്റർ വീതമാണ്. പി എ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. പി എ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഇനി എ ബി നമുക്ക് അറിയില്ല. എ ബി നമുക്ക് അറിയില്ല. പി എ ഈസ് 3 സെന്റിമീറ്റർ ലെസ് ദാൻ ദ റേഡിയസ്. റേഡിയസ് നമ്മൾ എക്സ് ആണെന്ന് എടുക്കുന്നു. റേഡിയസ് എക്സ് ആണ്. പി എ 3 സെന്റിമീറ്റർ അല്ല, 3 സെന്റിമീറ്റർ ലെസ് ദാൻ ദ റേഡിയസ്. സോ പി എത്രയാ? എക്സ് മൈനസ് 3. ശരിയല്ലേ? 3 സെന്റിമീറ്റർ ലെസ് ദാൻ ദ റേഡിയസ്. ഇതാണ് ഒ. അപ്പൊ എ ഒ എന്ന് പറയുന്നതും റേഡിയസ് അല്ലേ? അത് എക്സ്. സെറ്റ് ആണോ? സെറ്റ് ആണോ? നമ്മൾ ഇതിന്റെ റേഡിയസ് എക്സ് ആണെന്ന് എടുത്തു. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ഡി എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പി ഡി കാണാൻ പി സിയും സി ഡിയും കൂടെ കൂട്ടിയാൽ പോരെ? 6 + 6 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ ആണ് പി ഡി. നോ ഡൗട്ട്. ശരിയല്ലേ? പി സിയും സി ഡിയും കൂട്ടിയാൽ പി ഡി കിട്ടും. അത് എത്രയാ? 12 സെന്റിമീറ്റർ. നോ ഡൗട്ട്. ഇനി വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാകൃതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. എങ്ങനെ പോകും നോക്കിക്കോ. എല്ലാവരും ശ്രദ്ധിച്ചോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത്, മക്കളെ ശ്രദ്ധിക്കണേ, പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സി ഇൻറ്റു പി ഡിക്ക് ഈക്വൽ ആണ്. നോക്കിക്കേ, പി സി എന്ന് പറയുന്നത് 6 ആണ്, പി ഡി എന്ന് പറയുന്നത് 12 ആണ്. ശരിയല്ലേ? പി സി 6ഉം പി ഡി 12ഉം ആണ്. പി എ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് മൈനസ് 3. ശരിയല്ലേ? എക്സ് മൈനസ് 3. പി ബിയോ? പി ബി എത്രയാ? പി ബി കാണാൻ എക്സ് മൈനസ് 3ഉം എക്സും കൂട്ടിക്കഴിഞ്ഞാൽ 3x മൈനസ് 3. ശരിയല്ലേ? 3x മൈനസ് 3. നോ ഡൗട്ട്. നോക്ക്, സിമ്പിൾ ആണ്. എക്സും 3x മൈനസ് 3. 3x മൈനസ് 3. എക്സ് മൈനസ് 3 ഇൻറ്റു 3x മൈനസ് 3 ആണ് പി എ ഇൻറ്റു പി ബി. മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു 3x 3x സ്ക്വയർ. എക്സ് ഇൻറ്റു 3x 3x സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 3 3x മൈനസ് 3 ഇൻറ്റു 3x മൈനസ് 3 ഇൻറ്റു 3x മൈനസ് 9x മൈനസ് 3 ഇൻറ്റു മൈനസ് 3 പ്ലസ് 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 12 72. ശരിയല്ലേ? 72. സിമ്പിൾ ആണ് മക്കളെ. എല്ലാവരും ശ്രദ്ധിച്ചോ. 3x സ്ക്വയർ മൈനസ് 3xും മൈനസ് 9xും കൂടെ എന്താകും? മൈനസ് 3xും മൈനസ് 9xും മൈനസ് 12x. 3x സ്ക്വയർ മൈനസ് 12x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 72. പ്ലസ് 9 ഈസ് ഈക്വൽ ടു 72. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാണ്. എല്ലാരെയും നോക്കിക്കേ. ഈ 9നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ 3x സ്ക്വയർ മൈനസ് 12x ഇസ് ഈക്വൽ ടു 9 അങ്ങോട്ട് പോകുമ്പോൾ 72 മൈനസ് 9. 3x സ്ക്വയർ മൈനസ് 12x ഇസ് ഈക്വൽ ടു 72 9 പോയാൽ എത്രയാടാ? 63. ശരിയല്ലേ? 63. 3x സ്ക്വയർ മൈനസ് 12x ഇസ് ഈക്വൽ ടു 63 എന്ന് നമുക്ക് കിട്ടും. ഞാൻ ഇതിനെ എല്ലാരെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ശ്രദ്ധിച്ചേ, എല്ലാരെയും 3x സ്ക്വയർ 12x 63 മൂന്നും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. എല്ലാരെയും ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ക്യാൻസൽ ആയി പോകും. എക്സ് സ്ക്വയർ. 3x സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ. 12xനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് 4x. That is equal to 63 divided by 3, that is 21. 63നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21. 4ന്റെ പകുതി 2 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 സ്ക്വയർ. അപ്പൊ 21നോട് ആഡ് ചെയ്യുന്നത് എത്രയാ? 2ന്റെ സ്ക്വയർ 4. ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 21 4 25. 25 ആണ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എങ്കിൽ എക്സ് മൈനസ് 2 എത്രയാ? എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ. എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് 5 ആണ്. എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് 5 ആണെങ്കിൽ എക്സ് എത്രയാ? 5 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ ആണ് എക്സ്, അഥവാ റേഡിയസ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ. സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ.
ഇവിടെ അർദ്ധവൃത്തമാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. 5 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അതായത് പി സി സ്ക്വയർ 15 ആണെന്ന് കിട്ടും. അപ്പൊ പി സി എത്രയാ? റൂട്ട് 15. പി സി എന്ന് പറയുന്നത് റൂട്ട് 15. ഇനി പി സി വശമായ സമഭുജ ത്രികോണം വരയ്ക്കുക. വരയ്ക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇതിനുള്ള ആൻസർ ഉണ്ട്. അപ്പോ എന്റെ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 16 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 16 എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു 144 ആണ്. 144 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഇന്നത്തെ മാരത്തോണിൽ കാണാം. അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ എല്ലാവരും ഈ ക്ലാസ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് നാളത്തെ എക്സാം എഴുതാം. വീണ്ടും കാണാം. ബൈ.